യുവാക്കൾക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൗൺസിലർമാർ പാലിച്ചു. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി കളത്തിലക്കരയിൽ കളിമൈതാനം യാഥാർത്ഥ്യമായി. നജീബ് കാന്തപുരം MLA മൈതാനം ഉദ്ഘാടനം ചെയ്തു. 3 പതിറ്റാണ്ടായി കുന്നപ്പള്ളി കളത്തിലക്കരയിൽ കലാ, കായിക, സാംസ്കാരിക രംഗങ്ങളിലും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും സജീവമാണ് സഹൃദയ ക്ലബ്ബ്. കളിമൈതാനം എന്നത് സഹൃദയ ക്ലബിന്റെയും പ്രദേശത്തെ യുവാക്കളുടെയും ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ നൽകിയ വാഗ്ദാനം പാലിക്കപ്പെട്ടതോടെ കാങ്ങാപ്പറമ്പിലെ ഈ മൈതാനം യാഥാർത്ഥ്യമായി. നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ പാതയുടെയും മധ്യത്തിലായി കാടുമൂടിക്കിടന്നിരുന്ന സ്ഥലം വെട്ടിവെടുപ്പാക്കിയാണ് മൈതാനം ഒരുക്കിയത്. നഗരസഭയുടെ പുതിയ ഭരണസമിതി ഗ്രൗണ്ടിന് അനുമതി നൽകുകയായിരുന്നു. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ഒരുപാട് കളത്തിലക്കര കുന്നപ്പള്ളി വാർഡ് ഒരുപാട് വർഷത്തെ ഒരു കുട്ടികളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു കളിസ്ഥലം. ഇത് ഇലക്ഷന്റെ മുൻപ് തന്നെ ഇവരോട് അവിടുത്തെ കൗൺസിലേഴ്സിനോടും എല്ലാവരോടും ഇങ്ങനെ ഒരു കളിസ്ഥലത്തിനെ പറ്റി അവർ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിവേദനം തന്നതിൻ്റെ കൂടെ നമ്മൾ കൗൺസിൽ വെച്ച് പാസ്സാക്കി അവർക്കൊരു കളിസ്ഥലം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ കുന്നപ്പള്ളി പ്രദേശത്ത് കളത്തിലക്കര പ്രദേശത്ത് ഇങ്ങനെ ഒരു ഗ്രൗണ്ട്, നല്ല രീതിയിലൊരു ഗ്രൗണ്ട് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് എല്ലാ തരത്തിലും യോജിക്കുന്ന ഒരു ഗ്രൗണ്ടായി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ പ്രദേശവാസികളും മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലേഴ്സും എല്ലാവരും കൂടി ഇത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ആദ്യം കൗൺസിൽ ഒരു നിവേദനം തന്നു. അത് നമ്മൾ ഫസ്റ്റ് കൗൺസിൽ വാക്കാൽ അനുമതി കൊടുത്തു. പിന്നീട് അത് എഗ്രിമെന്റ് വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പൈസ ഒരു ക്ലബിന്റെ ഭാരവാഹികൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നജീബ് കാന്തപുരം MLA മൈതാനം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, കൗൺസിലർമാരായ ഫാസിൽ കക്രൻ, നസീമ ഫിറോസ്, മുസ്തഫ കളത്തിൽ, ഷക്കീൽ തങ്കയത്തിൽ, നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ, സഹൃദയ ക്ലബ്ബ് ഭാരവാഹികളായ സ്വാലിഹ്, ബിലാൽ, മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പ്രദേശത്തെ യുവാക്കളുടെ ഒരു ആവശ്യമായിരുന്നു നമ്മൾ ഈ ഒരു ട്രെഞ്ചിങ് ഗ്രൗണ്ടിൻ്റെ ഈ ഭാഗത്ത് ഒരു ഗ്രൗണ്ട് എന്നുള്ളത്. നമുക്കറിയാം ഈ ഒരു പ്രദേശം ഒരുപാട് കാലമായിട്ട് ഉപയോഗശൂന്യമായിട്ട് റെയിൽവേയുടെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിർമ്മാണ പ്രവൃത്തികളൊന്നും നടക്കില്ല. അപ്പോൾ അവിടെ കുട്ടികൾക്ക് ഇവരുടെ ഒരുപാട് കാലത്തെ ഒരു ആവശ്യമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളെ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ ഒരു ഇലക്ഷൻ്റെ വാഗ്ദാനമായിട്ട് ഈ ഒരു സംഗതി പറഞ്ഞിരുന്നു. ആദ്യ കൗൺസിലിൽ തന്നെ നമ്മൾ ഇത് പാസ്സാക്കാനുള്ള നടപടികൾ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ഇന്നത് യാഥാർത്ഥ്യമാവുകയും ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ സഹൃദയ ക്ലബ്ബ്, ആ ക്ലബ്ബ് എന്നും ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ക്ലബ്ബാണ്. ആ ക്ലബ്ബ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഗതി ഏറ്റെടുത്തുകൊണ്ട് സഹൃദയ സ്ക്വയർ എന്നുള്ള രീതിയിലാണ് ഇന്ന് ഇവിടെ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരുപാട് ഇനിയും മുന്നോട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കൊണ്ടുപോകാനുണ്ട്. അതിന് നമ്മുടെ കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. കുന്നപ്പള്ളി കളത്തിലക്കര ഭാഗത്ത് സഹൃദയ ക്ലബിന് വേണ്ടി ഇതുപോലെ ഒരു ഗ്രൗണ്ട്, സഹൃദയ സ്ക്വയർ എന്ന പേരിൽ ഒരു ഗ്രൗണ്ട് നാടിനു വേണ്ടി സമർപ്പിച്ച പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിക്കും ഭരണസമിതിക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. സഹൃദയ ക്ലബ് സെക്രട്ടറി എന്ന പേരിൽ നന്ദി അറിയിച്ചു. സഹൃദയ ക്ലബ്ബ് സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് മൈതാനം ഒരുക്കിയത്. സഹൃദയ സ്ക്വയർ എന്ന് നാമകരണവും ചെയ്തു. മൈതാനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ സൗഹൃദ ഫുട്ബോൾ മത്സരവും നടന്നു. മൈതാനം നവീകരിക്കുന്നതിനും ഇവിടേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനും MLA 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ നഗരസഭ ഓപ്പൺ ജിം സംവിധാനവും ഒരുക്കും. ഓപ്പൺ ഗാലറിയും ആലോചനയിലാണ്. എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.